5 കുരങ്ങന്മാർ, ഒരു ഗോവേണി, മുകളിൽ കുറച്ച് പഴങ്ങൾ. പക്ഷെ അതിശയകരമായ കാര്യം എന്താണെന്ന് അറിയാമോ? ആ 5 കുരങ്ങന്മാരിൽ ഒരാൾ പോലും ആ ഗോവേണി കയറുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്കാർക്കും അറിയില്ല. ഇതാണ് ഈ കഥയിലെ ഏറ്റവും അപകടകരമായ ഭാഗം. ഒരു കൂട്ടിൽ 5 കുരങ്ങന്മാരെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ കൂടിന്റെ നടുവിൽ ഒരു ഗോവേണി, ഗോവേണിയുടെ മുകളിൽ കുറച്ച് പഴങ്ങളും. സ്വാഭാവികമായും ഒരു കുരങ്ങൻ പഴങ്ങൾ കാണുമ്പോൾ ഗോവേണിയിൽ കയറാൻ ശ്രമിക്കും. പക്ഷേ അത് ഗോവേണിയിൽ കയറുന്ന ഓരോ തവണയും കൂട്ടിലുള്ള 5 കുരങ്ങന്മാരുടെയും മേൽ തണുത്തുറഞ്ഞ വെള്ളം ശക്തമായി തളിക്കും. എല്ലാ കുരങ്ങന്മാരും അലറിക്കരയും വിറയ്ക്കും. അവർക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് സമയത്തിന് ശേഷം അവർ ഒരു കാര്യം മനസ്സിലാക്കി. ആരും ആ ഗോവേണിയിൽ കയറാൻ പാടില്ല. അടുത്ത തവണ ഒരു കുരങ്ങൻ ഗോവേണിയുടെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ ബാക്കി 4 എണ്ണവും ചേർന്ന് അതിനെ ആക്രമിച്ചു. അതിനെ ഗോവേണിയിൽ കയറാൻ പോലും അനുവദിച്ചില്ല. കാരണം നീ കയറാൻ പോയാൽ ഞങ്ങളുടെ ദേഹത്തും തണുത്ത വെള്ളം തളിക്കും. അങ്ങനെ പതിയെ ഗോവേണി അവരുടെ കൂട്ടിലുണ്ടായിരുന്നെങ്കിലും ആരും അതിന്റെ അടുത്തേക്ക് പോകാതായി. പിന്നീട് ഒരു പഴയ കുരങ്ങനെ മാറ്റി പുതിയൊരു കുരങ്ങനെ കൂട്ടിലേക്ക് കൊണ്ടുവന്നു. പുതിയ കുരങ്ങൻ ചുറ്റും നോക്കി, പഴങ്ങൾ കണ്ടു, ഗോവേണി കണ്ടു. അത് സ്വാഭാവികമായും ഗോവേണിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ബാക്കി 4 കുരങ്ങന്മാരും ചേർന്ന് അതിനെ ആക്രമിച്ചു. പുതിയ കുരങ്ങന് ഒന്നും മനസ്സിലായില്ല. ഞാൻ എന്താണ് ചെയ്തത്? അത് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ആരും അതിന് കാരണം പറഞ്ഞില്ല. പിന്നീട് മറ്റൊരു പഴയ കുരങ്ങനെ മാറ്റി വീണ്ടും പുതിയൊരു കുരങ്ങൻ വന്നു. അത് ഗോവേണിയിൽ കയറാൻ ശ്രമിച്ചു. വീണ്ടും അതേ കാര്യം. ബാക്കി കുരങ്ങന്മാർ അതിനെ ആക്രമിച്ചു. ഇങ്ങനെ ഒന്നൊന്നായി പഴയ കുരങ്ങന്മാരെ മാറ്റി പുതിയവരെ കൊണ്ടുവന്നു. ഒടുവിൽ ആദ്യമുണ്ടായിരുന്ന 5 കുരങ്ങന്മാരിൽ ഒരാളും കൂട്ടിലില്ലാതായി. അവരെല്ലാം പുതിയ കുരങ്ങന്മാരായിരുന്നു. അവരിൽ ഒരാൾക്കും ആ തണുത്ത വെള്ളത്തിന്റെ അനുഭവമില്ല. വെള്ളം വർഷങ്ങൾക്ക് മുൻപേ നിർത്തിയിരുന്നു. പക്ഷേ ഒരു കുരങ്ങൻ പോലും ഗോവേണിയുടെ അടുത്തേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്കാർക്കും അറിയില്ല. അവർക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, ഗോവേണിയുടെ അടുത്തേക്ക് പോകരുത്. ഇതാണ് സംസ്കാരം പലപ്പോഴും എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഉദാഹരണം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് ഗോവേണികൾ ഉണ്ടാകാം. ചില വസ്ത്രങ്ങൾ ധരിക്കരുതെന്ന് നമ്മളോട് ആരോ പറഞ്ഞു. നമ്മൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചില്ല. ചില ജോലികൾ ചെയ്യരുതെന്ന് കുടുംബം പറഞ്ഞു. അത് നമ്മുടെ കുടുംബത്തിൽ ആരും ചെയ്തിട്ടില്ല. അത് മതിയായ കാരണമായി. പണം സമ്പാദിക്കുന്നതിനെ കുറിച്ച് ചില വിശ്വാസങ്ങൾ, വിവാഹത്തെക്കുറിച്ച് ചില വിശ്വാസങ്ങൾ, വിജയത്തെക്കുറിച്ച് ചില വിശ്വാസങ്ങൾ, ജീവിതത്തെക്കുറിച്ച് പോലും ചില നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നു. പക്ഷേ ആ നിയമം ആരാണ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. ഒരുപക്ഷെ ആ നിയമത്തിന് ഒരു കാലത്ത് ഒരു കാരണം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇന്ന് ആ കാരണം ഇപ്പോഴും പ്രസക്തമാണോ? അത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? ചില നിയമങ്ങൾ നമ്മളെ സംരക്ഷിക്കുന്നതാണ്. ഇവിടെ ഞാൻ പറയുന്നത് എല്ലാ നിയമങ്ങളും തെറ്റാണെന്നല്ല. പക്ഷേ ചില നിയമങ്ങൾ നമ്മൾ എന്തിനാണ് ഫോളോ ചെയ്യുന്നത് പോലും അറിയാതെ നമ്മൾ പിന്തുടരുകയാണ്. അതാണ് അപകടം. കാരണം നിങ്ങൾക്ക് കാരണം അറിയാത്തൊരു നിയമം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ മതിലായി മാറാം. അതുകൊണ്ടെന്ന് ഒരു ചെറിയ കാര്യം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കൽ പോലും ചോദ്യം ചെയ്യാത്തൊരു നിയമം തിരഞ്ഞെടുക്കും. ഒന്ന് മാത്രം. എന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കൂ, ഞാനിത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഈ വിശ്വാസം എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആരാണ് ഇതെന്റെ മനസ്സിൽ വെച്ചത്? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതിന്നും എനിക്ക് ആവശ്യമുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിലുള്ള ഗോവേണി ഇപ്പോഴും അവിടെ ഉണ്ടാകാം. പഴങ്ങളും ഇപ്പോഴും മുകളിൽ തന്നെ ഉണ്ടാകാം. പക്ഷേ വെള്ളം തളിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപേ നിന്നിട്ടുണ്ടാകാം. അത് തിരിച്ചറിയുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില നിയമങ്ങൾ നിങ്ങൾ തന്നെ മാറ്റി എഴുതാം. അതിനാൽ നിങ്ങൾ ഇതുവരെ ചോദ്യം ചെയ്യാതെ പിന്തുടരുന്ന ഒരു നിയമം ഏതാണ്? കമന്റ് ചെയ്യാം.